സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യണത്. അതിനായിട്ട് ഇവിടെ ഞാൻ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ സവാളയാണ് എടുത്തേക്കണത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള 5 മുട്ടയും കുറച്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പാക്കറ്റിലെ ചപ്പാത്തിയാണ് കേട്ടോ. അതൊന്ന് നമുക്ക് ചുട്ടെടുത്താൽ മതി. ചുട്ടെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് മാഗി ക്യൂബ് 2 ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇതിട്ടാൽ പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ക്യാപ്സിക്കം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ഒരു 1.5 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ സമയത്ത് ഞാൻ മുട്ട ഒന്ന് ചിക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചിക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി സോസ് 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് 3 സ്പൂണും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുട്ട ഞാൻ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ചിക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ചപ്പാത്തി ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ചപ്പാത്തിക്ക് പകരം പൊറോട്ട വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ചപ്പാത്തിയൊക്കെ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.